Modern theory of cost, long run cost curve or the L-shaped scale curve. ലോങ് റൺ കോസ്റ്റിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് മാനേജീരിയൽ കോസ്റ്റ്. ഇത് രണ്ടും ലോങ് റണ്ണിൽ വേരി ചെയ്യുന്ന കോസ്റ്റാണ്. ആൻഡ് ദീസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ എൽ ഷേപ്പ് ഓഫ് ദ LAC കർവ് അല്ലെങ്കിൽ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ലോങ് റണ്ണിൽ പ്രൊഡക്ഷൻ കോസ്റ്റിനും മാനേജീരിയൽ കോസ്റ്റിനും ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് എൽ ഷേപ്പ് ആകാനുള്ള റീസൺ. നമുക്കറിയാം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് പ്രൊഡക്ഷൻ കോസ്റ്റ് ഫോൾ ചെയ്യും. പക്ഷേ ലെവൽ ഓഫ് ഔട്ട്പുട്ട് കൂടുമ്പോൾ മാനേജീരിയൽ കോസ്റ്റ് റൈസ് ചെയ്യും. ഹിയർ ദ fall in production cost will be greater than the rise in managerial cost. Therefore, the total LAC falls with increases in scale. ആദ്യം നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ കർവ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. പ്രൊഡക്ഷൻ കോസ്റ്റിനെ ഗ്രാഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എൽ ഷേപ്ഡ് ആയിട്ടുള്ള കർവ് ആയിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ റീസൺ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിൽ ഫേംസിനുണ്ടാകുന്ന ടെക്നിക്കൽ ഇക്കോണമീസ് ആണ്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഫേംസിനുണ്ടാകുന്ന കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്സിനെയാണ് നമ്മൾ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഹൈ ഫിക്സഡ് കോസ്റ്റ് ഉള്ള ലാർജ് ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് വഴി ഫേംസ് അക്വയർ ചെയ്യുന്ന ഇക്കോണമീസ് ഓഫ് സ്കെയിലിനെയാണ് നമ്മൾ ടെക്നിക്കൽ ഇക്കോണമീസ് എന്ന് പറയുന്നത്. ഈ ടെക്നിക്കൽ ഇക്കോണമീസ് കാരണം ഫേമിനുണ്ടാകുന്ന കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ആദ്യം കൂടുതലും പിന്നെ കുറവുമായിരിക്കും. അതായത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ ഫേംസിന് ടെക്നിക്കൽ ഇക്കോണമീസ് വഴി ഉണ്ടാകുന്ന കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ആദ്യം ഒരു സ്റ്റീപ്പ് ഫോൾ ആയിരിക്കും. പക്ഷേ ഫേംസ് ടെക്നിക്കൽ ഇക്കോണമീസ് ഫുള്ളി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോസ്റ്റിൽ ഉണ്ടാകുന്ന ഫോൾ എന്ന് പറയുന്നത് ഒരു ഗ്രാജുവൽ ഫോളാണ്. പ്രൊഡക്ഷൻ കോസ്റ്റ് ഡിക്ലൈൻ ചെയ്യും, പക്ഷേ ആ ഡിക്ലൈൻ എന്ന് പറയുന്നത് ഗ്രാജുവൽ ആയിട്ടുള്ളൊരു ഡിക്ലൈൻ ആണ്. ഇനി മാനേജീരിയൽ കോസ്റ്റിൻ്റെ കർവ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമുക്കറിയാം ഒരു ഫേമിന് തന്നെ പല പ്ലാൻ സൈസസ് ഉണ്ടാവും. ഓരോ പ്ലാൻ സൈസസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് പല റേഞ്ച് ഓഫ് ഔട്ട്പുട്ടാണ്. ഓരോ പ്ലാൻ സൈസിൻ്റെയും സ്മൂത്ത് ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ടെക്നിക്സ് ആണ് ഫേംസ് എംപ്ലോയ് ചെയ്യുന്നത്. ഇപ്പോൾ സ്മോൾ പ്ലാൻ സൈസ് ആണെങ്കിൽ സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷണൽ ടെക്നിക്കാണ് ഫേംസ് എംപ്ലോയ് ചെയ്യുക. അപ്പോൾ ലാർജ് പ്ലാൻസിൻ്റെ കേസിൽ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ ടെക്നിക്സ് ആയിരിക്കും എംപ്ലോയ് ചെയ്യുന്നത്. ഈ മാനേജ്മെൻറ്റ് ടെക്നിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കോസ്റ്റിനെയാണ് നമ്മൾ മാനേജീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദിസ് കോസ്റ്റ് ഫോൾസ് അപ് ടു എ സർട്ടൻ പ്ലാൻ സൈസ്. ഒരു പെർട്ടിക്കുലർ പ്ലാൻ സൈസ് വരെ ഈ ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഫോൾ ചെയ്യും. പക്ഷേ ലാർജ് സ്കെയിൽ ഓഫ് ഔട്ട്പുട്ടിൽ മാനേജറിയൽ കോസ്റ്റ് റൈസ് ചെയ്യും. പക്ഷേ ആ റൈസ് എന്ന് പറയുന്നത് സ്ലോ ആയിട്ടുള്ള റൈസ് ആണ്. ഇനി നമുക്ക് ലോങ് റൺ കോസ്റ്റ് കർവ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ട്രഡീഷണൽ തിയറിയിൽ ലോങ് റൺ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് SRACയെ എൻവലപ്പ് ചെയ്യുന്ന കർവാണ്. അതിനെ നമ്മൾ എൻവലപ്പ് കർവ് എന്നും പറയും. അതായത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റുകളെ എല്ലാം എൻവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് വരയ്ക്കുന്നത്. പക്ഷേ മോഡേൺ തിയറി അനുസരിച്ച് LAC കർവ് എന്ന് പറയുന്നത് SAC കർവ്സിനെ കംപ്ലീറ്റ്ലി എൻവലപ്പ് ചെയ്യുന്നില്ലെങ്കിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിൽ നമ്മൾ മെയിൻലി ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റും ബാക്കിയുള്ള ഫിക്സഡ് കോസ്റ്റുകൾ, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, പിന്നെ നോർമൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു അലവൻസ്, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിൽ വരുന്നത്. ഒരു ഫേമിന് തന്നെ പല പ്ലാൻ സൈസസ് ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഈ പ്ലാൻ സൈസസിൻ്റെ നോർമൽ ലെവൽ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ കപ്പാസിറ്റിയുടെ 2/3 അല്ലെങ്കിൽ 3/4 ആണ്. അതുപോലെ ഫുൾ കപ്പാസിറ്റിയുടെ ബെസ്റ്റ് റേറ്റ് ഓഫ് യൂസിനെയാണ് നമ്മൾ അതിൻ്റെ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ 1നേക്കാളും താഴെയാണ്. ഇനി നമുക്ക് LAC കർവ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മോഡേൺ തിയറി അനുസരിച്ച് LAC കർവ് ഒരിക്കലും SATC കർവുകളെ എൻവലപ്പ് ചെയ്യുന്നില്ല, പക്ഷേ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ പ്ലാൻ സൈസിൻ്റെയും ഫുൾ കപ്പാസിറ്റിയുടെ 2/3 എവിടെയാണോ വരുന്നത് അവിടെയാണ് LAC കർവും SATC കർവും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. ഇനി താഴെ കാണിച്ചേക്കുന്ന ഡയഗ്രത്തിലേക്ക് ശ്രദ്ധിക്കുക. X ആക്സിസിൽ കാണിച്ചേക്കുന്നത് ഔട്ട്പുട്ടും Y ആക്സിസിൽ കാണിച്ചേക്കുന്നത് കോസ്റ്റുമാണ്. ഇവിടെ 4 പ്ലാൻ സൈസസും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന SATC കർവുകളുമാണ് കാണിച്ചേക്കുന്നത്. SATC 1, SATC 2, 3 ആൻഡ് 4. ഡയഗ്രത്തിലേക്ക് നോക്കിയാൽ വ്യക്തമാണ്, ഓരോ പ്ലാൻ സൈസസിൻ്റെയും 2/3 കപ്പാസിറ്റി എവിടെയാണോ വരുന്നത് അവിടെയാണ് LAC കർവും SATC കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. കൂടുതൽ പ്ലാൻ സൈസസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും LAC കർവ് ഒരു കണ്ടിന്യൂസ് കർവായിട്ട് നമുക്ക് കിട്ടും. മോഡേൺ LAC കർവിന് 2 മെയിൻ ഫീച്ചേഴ്സാണുള്ളത്. ഒന്ന്, ഇറ്റ് ഡസ് നോട്ട് ടേൺ അപ്പ് അറ്റ് വെരി ലാർജ് സ്കെയിൽസ് ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ദ എൻവലപ്പ് ഓഫ് ദ SATC കർവ്സ്.
ഫസ്റ്റ് ഫീച്ചറിൽ നമ്മൾ പറഞ്ഞത് സ്കെയിൽ ഓഫ് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് ഒരിക്കലും LIC കർവ് മുകളിലേക്ക് പോയില്ല എന്നുള്ളതാണ്. അതായത് കോസ്റ്റ് അവിടെ കൂടില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ LIC കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കർവ് ആയിരിക്കും. ആൻഡ് LMC വിൽ ലൈ ബിലോ ദ LIC അറ്റ് ഓൾ സ്കെയിൽസ്. എല്ലാ സ്കെയിൽ ഓഫ് ഔട്ട്പുട്ടിലും LMC LICക്ക് താഴെയാണ് ലൈ ചെയ്യുന്നത്. ഇനിയിപ്പോൾ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഒപ്റ്റിമൽ സ്കെയിൽ ഓഫ് ഔട്ട്പുട്ടിലാണെങ്കിൽ ആ ഒരു പോയിന്റിന് ശേഷം ഈ ഫിഗറിൽ എക്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒപ്റ്റിമൽ സ്കെയിൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റിന് ബിയോണ്ട് പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ LIC എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ആ എക്സ് എന്ന് പറയുന്ന പോയിന്റ് വരെ LICക്ക് താഴെയാണ് LMC കാണിച്ചേക്കുന്നത്. ആ പോയിന്റിന് ശേഷം LICയും LMCയും തുല്യമാവും. അപ്പോൾ മോഡേൺ തിയറി ഓഫ് കോസ്റ്റ് അനുസരിച്ച് LIC കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് L ഷേപ്ഡ് ആണ്. കാരണം എന്താ? ബിയോണ്ട് എ പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ദ കോസ്റ്റ് വിൽ നോട്ട് ഇൻക്രീസ്. പക്ഷേ ട്രഡീഷണൽ തിയറി അനുസരിച്ച് LIC എന്ന് പറയുന്നത് ഒരു U ഷേപ്ഡ് കർവാണ്. കാരണം ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എത്തിയതിന് ശേഷം പിന്നെയും ഫേം അതിൻ്റെ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? ദ കോസ്റ്റ് വിൽ സ്റ്റാർട്ട് ഇൻക്രീസിങ്.